രാമേട്ടൻ എന്നെ കട തുറക്കാഞ്ഞേ അങ്ങോട്ട് യാത്രയിലാണെന്ന് തോന്നുന്നല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. യാത്ര ഇതൊരുമാതിരി. പഞ്ചായത്തിൽ പോയിട്ട് രാമേട്ടൻ ആ ചൂടിലാണല്ലോ, എന്നാ പറ്റി? എങ്ങനെ ചൂടാകാതിരിക്കും? വീടിനുള്ള പെർമിറ്റിന് പഞ്ചായത്തിൽ പോയതാ. എന്നിട്ട് കിട്ടിയില്ലേ? ഞങ്ങളുടെ ഇടത് സർക്കാരാ ഭരിക്കുന്നത്, എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഒലക്ക 13,000 രൂപ ഫീസ് അടക്കണം. 13,000 രൂപയോ? ഞാൻ വീട് വെച്ചപ്പോ 500 രൂപയുള്ളായിരുന്നല്ലോ പെർമിറ്റ് ഫീസ്. അത് നേരത്തെ. ഇപ്പൊ നിങ്ങളുടെ ഇടത് സർക്കാർ പെർമിറ്റ് ഫീസ് 13,000 ആക്കി വർദ്ധിപ്പിച്ചു. പോരാഞ്ഞിട്ട് പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസ് 30 രൂപ ആയിരുന്നത് 1000 രൂപയാക്കി. പിന്നെ എങ്ങനെ ചൂടാകാതിരിക്കും? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്രവും കേരളവും ഒറ്റ കൈയാണല്ലോ. പെർമിറ്റ് ഫീസ് മാത്രമല്ല ഇവരുടെ ഇട സർക്കാർ കൂട്ടിയത്. വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, എല്ലാ പെർമിറ്റുകളുടെയും ഫീസ് കൂട്ടി, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി എല്ലാ വർഷവും 5% വർദ്ധിപ്പിച്ചു. ഇനി എന്തെങ്കിലും വർദ്ധിപ്പിക്കാനുണ്ടോ? ഇനിയും ഉണ്ടേ. ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി, ബസ് ചാർജ് കൂട്ടി, പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ അധിക സെസ് ഏർപ്പെടുത്തി. പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയതേ പെൻഷൻ കൊടുക്കാനാ. അതിന് കുറ്റം പറയല്ലേ? എന്നിട്ട് പെൻഷൻ കൊടുത്തോ? 7 മാസമാണ് കുടിശ്ശിക. ഓ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാത്തൊന്നും ആദ്യമായിട്ടാ പെൻഷൻ മുടങ്ങുന്നതെന്ന്. ഒന്ന് വേടാവേ. പെൻഷൻ വിതരണം ബാങ്കിലേക്ക് മാറ്റിയപ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ 3 മാസം വരെ. എന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് രേഖയിൽ. അതങ്ങനെയാണോ? അതും അങ്ങനെ തന്നെ. രാമേട്ടാ, ഇത് മാത്രമല്ല ഇവരുടെ സർക്കാർ ചെയ്ത ജനദ്രോഹം. സ്കൂളിൽ ഉച്ചഭക്ഷണം മുടങ്ങി, KSRTCയിൽ പെൻഷൻ മുടങ്ങി, ശമ്പളം മുടങ്ങി. ഒരു ജലദോഷപ്പനിയായ ആശുപത്രി ചെന്നാലോ അവിടെ പാരസെറ്റമോൾ പോലും കിട്ടാനില്ല. മുമ്പേ വൈദ്യുതി ചാർജ് വർധനയുടെ കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്നത് കേരളത്തിലാണ്. ഉൽപാദന ചെലവാണ് ഏറ്റവും കുറവും കേരളത്തിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പ്രതിമാസം 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാണ്. എന്തിന്? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ കർഷകർക്ക് വൈദ്യുതി സൗജന്യമാണ്. ചാർജ് വർധന മാത്രോ? വൈദ്യുതി ബോർഡ് തന്നെ ഇവര് കട്ടുമുടിച്ചില്ലേ? ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ 3000 കോടി വൈദ്യുതി ബോർഡിൽ മിച്ചമുണ്ടായിരുന്നു. ഇന്നോ 4000 കോടിയുടെ സഞ്ചിത നഷ്ടം. എങ്ങനെ നഷ്ടമുണ്ടാകാതിരിക്കും? കട്ടുമുടിക്കുകയല്ലേ? ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് സർക്കാർ ദൂർത്ത് നടത്തുക. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മന്ത്രിമാർക്കും വിദേശയാത്ര നടത്താനും മുഖ്യന്റെ വീട്ടിലെ പശുവിനെ പാട്ട് കേൾപ്പിക്കാനുള്ള പണത്തിന് വേണ്ടി ജനങ്ങളെ ദ്രോഹിക്കുന്നു, അല്ലാതെണ്ണ. അപ്പൊ ഇതാണ് ഇവന്മാരുടെ ജനകീയ സർക്കാർ. ഇതൊരുമാതിരി പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പോലെയാ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. എങ്ങനെയാ രാമേട്ടാ? നമ്മുടെ ഓരോ വോട്ടും ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാവണം.